ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പേപ്പർ കൊണ്ടുള്ള ആനക്കുട്ടിയാണ്. അതിന് വേണ്ടിയിട്ട് 2 സ്ക്വയർ ഷീറ്റ് പേപ്പറാണ് വേണ്ടത്. ഞാൻ 14 സെൻറ്റിമീറ്ററുള്ള 2 സ്ക്വയർ ഷീറ്റ് പേപ്പർ വെച്ചാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. ഉണ്ടാക്കുന്ന മോഡലൊക്കെ വ്യക്തമായിട്ട് നമ്മുടെ വീഡിയോയിലുണ്ട്. അതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ആനക്കുട്ടി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ആനവണ്ടിയാണ്. ആനവണ്ടി എന്ന് പറഞ്ഞാൽ KSRTC അല്ലേ. ആനവണ്ടിയിലുള്ള യാത്ര ഇപ്പം ആരും അങ്ങനെ KSRTC ആനവണ്ടി എന്ന് വിളിക്കാറില്ലെന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ മോഡലുകളൊക്കെ ഇപ്പം മാറിയില്ലേ. ഇപ്പം ഈ സ്വന്തമായിട്ട് വണ്ടി ഇല്ലാത്തവരായിട്ട് അധികാരം ഇല്ലാത്ത കാരണം ബസ് യാത്ര മിക്കവർക്കും തന്നെ കുറവായിരിക്കും. ഞങ്ങളൊക്കെ സ്കൂളിലും കോളേജിലെ പോക്കളും മൊത്തം ബസ്സിലായിരുന്നു. അങ്ങനത്തെ ഒരു ബസ് യാത്രയാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ST കൊടുത്താണ് ഞങ്ങൾ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. കോളേജിലോട്ടുള്ള ബസ്സിന് വേണ്ടിയിട്ട് ST 3 രൂപ ഒരു സൈഡ്, 1 സൈഡ് 3 രൂപയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 6 രൂപ. മിക്കപ്പോഴും എക്സ്ട്രാ ഒരു 10-20 രൂപയെങ്കിലും കയ്യിലിങ്ങനെ കാണും. കാരണം ഈ ഫോട്ടോസ്റ്റാറ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ആവശ്യങ്ങളുണ്ടാവും മിക്ക ദിവസവും. അത് കാരണം കുറച്ച് പൈസ കയ്യിലുണ്ടാവും കേട്ടോ. ഒത്തിരി പൈസയൊന്നും അല്ലെങ്കിലും ഒരു 6 രൂപ കൂടാതെ ഒരു 10 രൂപ അല്ലെങ്കിൽ 20 രൂപയൊക്കെ കയ്യിലുണ്ടാവും. ഒരു ദിവസം പ്രാക്ടിക്കലിൻ്റെ ഒരു എക്സാം കഴിഞ്ഞ് ഞാനിങ്ങനെ കോളേജിൽ നിന്ന് വരികയാണ്. പ്രാക്ടിക്കലിൻ്റെ എക്സാം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ സമയമല്ലല്ലോ. അപ്പം നമ്മുടെ കൂടെ സ്ഥിരം പോകുന്ന ആൾക്കാർ ആരുമില്ല. അവർക്കൊക്കെ ഉച്ച കഴിഞ്ഞായിരുന്നു. എനിക്ക് രാവിലെ ആയിരുന്നു. എൻ്റെ പേര് കുട്ടിയുള്ളത് കാരണം രാവിലെ ആയിരുന്നു. എക്സാമും കഴിഞ്ഞ് ഞാൻ തിരികെ ബസ് കയറാനായിട്ട് വന്ന് നിന്നു. അപ്പോൾ പ്രൈവറ്റ് ബസ് കണ്ടപ്പോൾ ഉടനെ ചാടി കയറി. എൻ്റെ കയ്യിൽ 3 രൂപ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ബസ്സിലൊക്കെ കയറുള്ളൂ. കയ്യിൽ നമ്മൾ പൈസയൊക്കെ എടുത്ത് പിടിച്ചിട്ടാണ്. ഓൾറെഡി STക്കാരോട് ബസ്സുകാർക്ക് വലിയ താല്പര്യമില്ല. രണ്ടാമത് കോളേജിൻ്റെ ടൈമല്ല, ഉച്ച സമയമാണ്. അത് കാരണം അവരുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ വഴക്ക് കേൾക്കുമല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ പൈസയൊക്കെ കൈ പിടിച്ചിട്ടാണ് കയറിയത്. കയറി അടുത്ത സ്റ്റോപ്പ് ആയപ്പോഴാണ് കണ്ടക്ടർ വന്നപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് 3 രൂപ എടുത്ത് പുള്ളിക്ക് കൊടുത്തു. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, ഇതെന്താ? ഞാൻ പറഞ്ഞു ST ആണ്, ഞങ്ങൾക്ക് കോളേജിൽ എക്സാം ആയതാണ്, ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ, അത് കാരണമാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ പുള്ളി പറഞ്ഞു, നിങ്ങൾ എന്നാ ബസ്സിൻ്റെ ബോർഡ് വായിക്കാതെയാണോ കയറിയത്? ദൈവമേ, ഞാൻ ബസ്സിൻ്റെ ബോർഡ് വായിച്ചായിരുന്നല്ലോ, എറണാകുളം എന്ന് കണ്ടായിരുന്നല്ലോ എന്ന് മനസ്സിലോർത്തു. അപ്പോൾ പുള്ളി പറയാണ്, ഇത് LS അല്ല, ഇത് ഫാസ്റ്റാണ്, ഫാസ്റ്റിൽ ST കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അത് പ്രൈവറ്റായിട്ടുള്ള ഫാസ്റ്റ് ബസ്സായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇവിടെ ഫുൾ ചാർജ് വേണം, അല്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഇയർ ആണ്. അത് കോളേജിൽ വലിയ പരിചയമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് ഇറങ്ങിയാൽ എന്നാ ചെയ്യുമെന്നൊന്നും അറിയത്തില്ല. ബസ്സിൽ സ്കൂൾ ജീവിതമൊക്കെ മൊത്തം അടുത്തുള്ള സ്കൂളിലായത് കാരണം ബസ്സിലൊന്നും പോയിട്ടില്ല. കൂടുതലും നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ബസ് യാത്രകളൊക്കെ തുടങ്ങിയ സമയങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എന്നെ ഇവിടെ ഇറക്കി വിട്ടാൽ പിന്നെ എനിക്ക് അടുത്ത ബസ് കയറാനുള്ള ഒന്നും അറിയത്തില്ല, എവിടെയാണെന്നോ സ്ഥലമൊന്നും വലിയ പരിചയമില്ല ചേട്ടാ. പുള്ളിയാണെങ്കിൽ ചെയ്താൽ സമ്മതിക്കില്ല. പുള്ളി പറയണത് ഒന്നെങ്കിൽ എനിക്ക് ഫുൾ ചാർജ് തരണം, അല്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം. ഞാൻ അവസാനം കാല് പിടിച്ച് പറഞ്ഞു, ചേട്ടാ എൻ്റെ പൈസ ഇല്ലാഞ്ഞിട്ടാ. എൻ്റെ സ്റ്റോപ്പ് എത്താൻ നേരത്തെ ഞാൻ അവിടുത്തെ അടുത്തുള്ള കടയിൽ നിന്ന് ഏതെങ്കിലും, എന്നെ അറിയണവരാ, കടയിൽ നിന്ന് ഏതെങ്കിലും ഞാൻ വാങ്ങിച്ച് ഫുൾ ചാർജ് തന്നോളാം, അല്ലെങ്കിൽ ഞാൻ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് സ്റ്റാൻഡിൽ എന്നെ അറിയണ കടയുണ്ട്, ആ കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച് തന്നോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ നിൽക്കുവാണ്. പുള്ളി ഒരു വഴക്കം തുടങ്ങി. ഞാൻ നിൽക്കുവാണ്, ഒത്തിരി സീറ്റൊക്കെ ഉണ്ട്, എനിക്ക് സീറ്റിൽ ഇരിക്കണം പേടിയാണ്. ഞാൻ ഉരുകി നിൽക്കുവാണ്. പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ തന്നെ ചീത്ത വിളിക്കുന്നുണ്ട്. ആ ബസ്സിലിരിക്കുന്ന ആൾക്കാരെല്ലാം എന്നെ നോക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ നോക്കുന്നതല്ലാണ്ട് ആരും ഒന്നും ഇടപെടൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്. അന്നത്തെ 3/4 മണിക്കൂറത്തെ ബസ് യാത്ര എനിക്ക് തോന്നിയത് ഒരു 4-5 മണിക്കൂറായിട്ട് തോന്നി. അങ്ങനെ ഒരു കണക്കിൽ ഞങ്ങളുടെ അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ എത്തി. ഞാൻ ബസ് നിർത്തിയപ്പോൾ ഓടിപ്പോയി എൻ്റെ കസിൻ്റെ കടയിൽ നിന്ന് പൈസയും വാങ്ങിച്ച് പുള്ളീനെ ഏൽപ്പിക്കുകയാണ്. പുള്ളി അമ്മേത പൈസ വാങ്ങണില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ ഫുൾ ചാർജ് ഉണ്ട്, ചേട്ടൻ വാങ്ങിച്ചു. പുള്ളി പറഞ്ഞ് വേണ്ട. പുള്ളി പറഞ്ഞു, ഞാൻ ഓർത്തത് നിൻ്റെ കയ്യിൽ ഫുൾ ചാർജ് പൈസ ഉണ്ടായിട്ട് എന്നെ പറ്റിക്കുവാന്ന് ഓർത്തത്, പൈസ തരാൻ കഴിയലാഞ്ഞിട്ട്, അത് കാരണം എനിക്ക് വേണ്ട, എനിക്ക് നിൻ്റെ ST 3 രൂപ മതി എന്ന് പറഞ്ഞു. പുള്ളി വാങ്ങിച്ചുമില്ല. ഇപ്പോൾ ആ കാലവും ആ സംഭവമൊക്കെ ഓർക്കാൻ നേരത്ത് എനിക്ക് ചിരി വരും. കോളേജിൽ അന്നത്തെ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സംഭവമായിരുന്നു അത്. എന്നെ ഒത്തിരി സങ്കടപ്പെടുത്തിയ സംഭവമായിരുന്നു അത്. പക്ഷേ ഇന്നതൊക്കെ ഓർക്കാൻ നേരത്ത് അയ്യോ, ഇത് കൊച്ചു സംഭവത്തിന് ഞാൻ ഇങ്ങനെയൊക്കെ മനസ്സിലോർത്തോ സങ്കടപ്പെട്ടോ എന്നൊക്കെ
എന്നൊക്കെ ഓർത്തു പോവും. ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ നമ്മുടെ ബസ് യാത്രകളിലൊക്കെ ഉണ്ടാവും, കൂട്ടുകാരൊക്കെ ഉണ്ടാവും. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയതായിട്ട് ഷെയർ ചെയ്യുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ഇതുപോലെയൊക്കെ ഓരോ വീഡിയോകളിൽ ഞാൻ നിങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും ഇതുപോലെ പറയാം കേട്ടോ. അയ്യോ, നമ്മുടെ ആനക്കുട്ടി എന്തായോ ആവോ, എങ്ങനെയുണ്ട്? നമ്മുടെ ആനക്കുട്ടിയെ ഇഷ്ടമായെങ്കിൽ അത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് അല്ലേ ഇത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.